മാസങ്ങളോളം പ്ലാൻ ചെയ്ത് സ്വന്തം മുത്തച്ഛനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നു. കൊന്നു എന്ന് ഉറപ്പുവരുത്തിക്കാൻ വാട്സപ്പിൽ വീഡിയോ കോൾ വിളിച്ച കൊല ചെയ്യുന്ന ദൃശ്യങ്ങൾ കാണുന്നു. ഉത്തരേന്ത്യയിൽ നടന്ന സംഭവമല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ കേരളത്തിലെ ആലപ്പുഴയിൽ നടന്നൊരു സംഭവമാണ്. വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി സ്വന്തം മുത്തച്ഛനെ കൊല്ലാനായിട്ട് സുഹൃത്തുക്കൾക്ക്, അതും 17-18 വയസ്സ് മാത്രം പ്രായമുള്ള കുറച്ച് പയ്യന്മാർക്ക് കൊട്ടേഷൻ കൊടുക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പല പല കാരണങ്ങളാണ് ഇതിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മുത്തച്ഛൻ തന്നെ ബാറ്റച്ച് ചെയ്തു എന്നും അത് ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞ് അതിനു വേണ്ടിയിട്ടാണ് ഈ കൊല ചെയ്തതെന്നും വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണത്തിനും പണത്തിനും വേണ്ടിയാണ് കൊല ചെയ്തതെന്നും ഇങ്ങനെ പല കാരണങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പൊ അവസാനമായിട്ട് ഈ ആസൂത്രണങ്ങളെല്ലാം നടത്തിയ കുട്ടി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം, വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണത്തിന് വേണ്ടിയിട്ടാണ് ഈ കൊല ചെയ്തത്. പണം ആവശ്യമായിരുന്നു, ഒരു ഐഫോൺ വാങ്ങണം, ഒപ്പം ഇത് ചെയ്യാനായിട്ട് കൂട്ടു നിൽക്കുന്ന എല്ലാവർക്കും ഒരു ബൈക്ക് വാങ്ങണം. ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ്. പ്രായപൂർത്തിയാകാത്ത കുറച്ച് കുട്ടികളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ തന്നെ പേടിയാവുകയാണ്. ആ 13 വയസ്സുള്ള പെൺകുട്ടി പോലീസിന്റെ ചോദ്യം ചെയ്യലില് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത്, എനിക്ക് ഒരു അച്ഛന്റെ അമ്മയുടെയോ ലാളനമോ സ്നേഹമോ ഒന്നും കിട്ടിയിട്ടില്ല, അവരാരുമല്ല എന്നെ വളർത്തിയത്, ഞാൻ അയൽപക്കത്തെ വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലൊക്കെ നിന്നാണ് വളർന്നതെന്നാണ് പറയുന്നത്. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഡിവോഴ്സ്ഡ് ആണ്. അമ്മ വിദേശത്ത് നിന്നുകൊണ്ടാണ് ഈ കുട്ടിയെ വളർത്തുന്നത്. ഇതുപോലുള്ള സാഹചര്യത്തിൽ ജീവിച്ചതിന്റെ ഒരു സമ്മർദ്ദം, അതിൻ്റെതായിട്ടുള്ള ഒരു ട്രോമ ആ കുട്ടിയുടെ മനസ്സിലുണ്ട് എന്നുള്ളത് പോലീസും പറഞ്ഞതാണ്, കൗൺസിലിംഗ് കൊടുത്തവരും പറഞ്ഞതാണ്. പക്ഷെ എന്ത് തന്നെ ആയാലും 13 വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ഇത്രയും പച്ചയായ ഒരു കൊലപാതകത്തിന് ആസൂത്രണം ചെയ്യാൻ സാധിക്കുന്നതും കൊല ചെയ്യുന്ന ദൃശ്യങ്ങൾ വാട്സാപ്പ് വീഡിയോ കോൾ വഴി ഒട്ടും ഉറപ്പില്ലാതെ കണ്ടു നിൽക്കാൻ പറ്റുന്നതെന്നും എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇതോടൊപ്പം തന്നെ പറയുന്ന കാര്യമാണ് ഈ കുട്ടി ലഹരിക്ക് അടിമയാണെന്നുള്ള കാര്യം. ഇത് സത്യമാണോ അല്ലയോ എന്നൊന്നും അറിയില്ല, പക്ഷെ ഒരിക്കലും നമുക്ക് കേട്ടാൽ തള്ളിക്കളയാൻ പറ്റില്ല. ഇങ്ങനൊരു മാനസികാവസ്ഥയുള്ള ഒരു കുട്ടിക്ക് ഒരു പക്ഷേ ലഹരിയുടെ ആവശ്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലഹരി ഉപയോഗം ഉണ്ടായിരിക്കാം. എന്നാലും ഞാനിവിടെ ചോദിക്കുന്നത്, 13 വയസ്സും 17 വയസ്സും 18 വയസ്സുമുള്ള കുട്ടികളുടെ കയ്യിൽ എങ്ങനെയാണ് ലഹരികൾ എത്തുന്നത്? എന്ത് തരം ലഹരി ആയിക്കോട്ടെ, അതിപ്പോ നമ്മുടെ കടകളിൽ ലീഗലി കിട്ടുന്ന സിഗരറ്റ് തന്നെ ആയിക്കോട്ടെ, എങ്ങനെയാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ കയ്യിലേക്ക് ഇത് എത്തുന്നത്? പുതിയ ഭരണം വന്നതിന് ശേഷം എടുത്തു പറയാൻ പറ്റുന്ന ഒരു പദ്ധതി തൂഫാൻ മാത്രമാണ്. തൂഫാനെ ബേസ് ചെയ്ത് അർജുനായങ്കിക്ക് പിറകെ ഓടാനും തൂഫാന്റെ പിറകെ നടക്കുന്ന പോലീസുകാർക്ക് മദ്യപിക്കാനും ഒക്കെ സമയമുണ്ട്. പക്ഷേ ഈ 13-17 വയസ്സ് വരുന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ കയ്യിലേക്ക് ലഹരി എങ്ങനെ എത്തുന്നു, അവരിത് എവിടെ നിന്ന് വാങ്ങുന്നു, ഇതിനൊക്കെ മേളിൽ ആരാണ് പ്രവർത്തിക്കുന്നത് എന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് തൂഫാനാണ്? നാളത്തെ തലമുറകളായ കുട്ടികളുടെ അടുത്ത് നിന്നാണ് നമ്മൾ ഈ ലഹരി നീക്കം ചെയ്യേണ്ടത്. ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ അതിനാണ് കൊടുക്കേണ്ടത്. കാരണം അവരാണ് നാളത്തെ തലമുറ ഈ കേരളത്തിന്റെ. ആഭ്യന്തരമന്ത്രി ചിലപ്പോൾ മറ്റുള്ള കുറ്റവാളികളെ പിടിക്കുന്ന തിടുക്കത്തിനിടയിൽ വിട്ടുപോയതാവാം ഇത്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, നിങ്ങൾ പോലീസിന് കൃത്യമായ ഒരു താക്കീത് കൊടുക്കണം. ഈ നാട്ടിലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ കയ്യിലേക്ക് എവിടെ നിന്നാണ് ലഹരി വരുന്നതെന്നുള്ള സോഴ്സ് എത്രയും വേഗം കണ്ടുപിടിക്കണം, അത് നശിപ്പിക്കണം. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഇത് മാതാപിതാക്കളുടെ മാത്രം തെറ്റ് തന്നെയാണ്. സ്വന്തം വീട്ടിലെ കുട്ടി ലഹരിക്ക് പിറകെ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അത് നിർത്തിക്കാനുള്ള അല്ലെങ്കിൽ അതിന് തക്കതായ നടപടികൾ നിങ്ങൾ എടുക്കാതെ വീണ്ടും പോട്ടെ എന്ന് കരുതി വിടുകയാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ തെറ്റുകാര്. സ്കൂളിലെ ടീച്ചേഴ്സിനെ ഒന്നും തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഒരു കുട്ടി സ്കൂളിലേക്ക് ലഹരി കൊണ്ടുപോയി തന്നെ വെക്കുക, ബാഗ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നതിനിടയിൽ ഒരു പിടിയും വലിയ ഉണ്ടായി കഴിഞ്ഞാൽ ഈ നാട് മുഴുവനും ആ അധ്യാപകന് നേരെ തിരിയും. കൊച്ചുകുട്ടിയല്ലേ, ആ കുട്ടി എന്തിനാണ് ഉപദ്രവിച്ചത്, അധ്യാപകനെ സസ്പെൻഡ് ചെയ്യണം, ഡിസ്മിസ് ചെയ്യണം, ഇങ്ങനെ പല തരക്കാരും വരും. പക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല വ്യക്തമായിട്ട് അറിയാം, നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അധ്യാപകരുടെ ശിക്ഷണം കിട്ടിയത് കൂടി കൊണ്ടാണ് നിങ്ങൾ ഇത്രയും നന്നായത്. ആ ഒരു പേടി അതെപ്പോഴും ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള കുട്ടികൾ തലയിൽ കയറി നിരങ്ങും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാളെ കേരളത്തിലെ സ്കൂൾ കുട്ടികളെ അധ്യാപകരെ കൊണ്ട് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. എന്തിന്? സ്വന്തം വീട്ടുകാർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റില്ല. എല്ലാ സ്കൂളുകളിലും ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ എങ്കിലും എല്ലാ കുട്ടികൾക്കും കൃത്യമായിട്ട് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കണം. എല്ലാ കുട്ടികൾക്കും കൃത്യമായിട്ട് കൗൺസിലിംഗ് കൊടുക്കണം. കാരണം ചില വീടുകളിൽ പോലും മാനസികമായിട്ടുള്ള സമ്മർദ്ദം കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവും സ്കൂളുകളിൽ. പക്ഷെ അധ്യാപകരൊന്നും ആ ഭാഗം ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് ആ ഭാഗം ശ്രദ്ധിക്കാറില്ല. ആ കുട്ടികളൊക്കെ സ്കൂളിൽ വന്നാലും മാനസികമായ ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും മാനസിക സമ്മർദ്ദങ്ങളായിരിക്കും. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് അവർക്കൊരു വലിയ ട്രോമയായിരിക്കും അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഡെവലപ്പായി വരുന്നത്. അതിന്റെയൊക്കെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഇതുപോലുള്ള കുട്ടികൾ ലഹരി ഉപയോഗിച്ചതിന് ശേഷം സ്വന്തം വീട്ടുകാരാണെന്നോ ബന്ധുക്കളെന്നോ പോലും നോക്കാതെ ഈ കൊലപാതകത്തിലേക്കൊക്കെ പോകുന്നത്. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളം ഏതവസ്ഥയിലേക്കായിരിക്കും എത്തിപ്പെടുന്നത്? ഇനി മുതൽ ചെറിയ ക്ലാസ് മുതലേ കുട്ടികൾക്കെല്ലാം കൃത്യമായ നിരീക്ഷണവും സംരക്ഷണവും കൊടുക്കണം. വീട്ടിൽ മാത്രം പോരാ, പഠിക്കുന്ന സ്കൂളുകളിലും വേണം. കാരണം വീട്ടിലുള്ളതിനേക്കാളും കൂടുതൽ കുട്ടികൾ സ്കൂളിലാണ് സമയം ചെലവഴിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ അവരെ നിരീക്ഷിക്കേണ്ടതും അവർ തെറ്റായ വഴിയിലോട്ട് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും സ്കൂളുകളിലാണ്, അധ്യാപകരാണ്. പിന്നെ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട കാര്യം, ലഹരിക്ക് പിന്നാലെ പോകുന്ന കുട്ടികൾ ചീത്ത കൂട്ടുകെട്ട് കൊണ്ട് മാത്രമല്ല അങ്ങനെ ആവുന്നത്. കുഞ്ഞുനാൾ മുതലേ ആ കുട്ടിയുടെ സ്വന്തം അച്ഛനും അമ്മയും ആ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ലഹരിയുണ്ട്. സ്മാർട്ട് ഫോണുകൾ, ഇന്ധന
ഇന്റർനെറ്റുകൾ, സോഷ്യൽ മീഡിയകൾ, ഇതിനൊക്കെയുള്ള ഒരു അവസരം നിങ്ങൾ അവർക്ക് അനുവദിച്ച് കൊടുക്കുന്നത് നിങ്ങൾ അവർക്ക് മറ്റൊരു ലഹരി കൊടുക്കുന്നത് പോലെയാണ്. ഒരിക്കലും കുട്ടികൾക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ കൊടുക്കരുത്. അതുമാത്രമല്ല, രക്ഷിതാക്കളായ നിങ്ങൾ ആ കുട്ടികളുടെ മുമ്പിൽ ഇരുന്ന് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് വേണ്ട ഒരു സ്പേസ് വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടിയും വഴിതെറ്റി പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒരിക്കലും നമ്മൾ സമ്പാദിച്ച് സ്വരുക്കൂട്ടി വെക്കുന്ന പണമായിരിക്കില്ല നമ്മളെ റെപ്രസെന്റ് ചെയ്ത് ഈ ലോകത്തിന് മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെയൊക്കെ മക്കളായിരിക്കും. അപ്പോൾ ആ ക്വാളിറ്റി അവരിൽ ഉണ്ടാക്കേണ്ടത് ഓരോ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, സാമൂഹ്യ അന്തരീക്ഷവും കുടുംബാന്തരീക്ഷവും ഒക്കെ അനുസരിച്ചിട്ടാണ് ഒരു കുട്ടിയുടെ വ്യക്തിത്വവും ആ കുട്ടിയുടെ മാനസിക ചിന്താഗതികളൊക്കെ രൂപപ്പെടുന്നത്. അത് നിങ്ങളാരും മറക്കരുത്.